മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി, ആ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കാൻ മുന്നിൽ നിന്നത് CPIM ആണ് എന്നാണ് കുറെ കാലങ്ങളായി ഇവർ പറയുന്ന ഒരു 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 വലിയ നുണയാണ്. ജനം അത് വിശ്വസിക്കുകയും ചെയ്യും. കാര്യം UPA ഒന്നാം ഗവൺമെന്റിൽ CPIM ഉണ്ടായിരുന്നു. അങ്ങനെ CPIM ഉള്ളപ്പോൾ അവർ വെളിയിൽ നിന്ന് പിന്തുണച്ചു. ആ വെളിയിൽ നിന്ന് പിന്തുണച്ച CPM വാശി പിടിച്ചിട്ടാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി അവർ തന്നെ വിഭാവനം ചെയ്ത് നടപ്പിലാക്കിയതെന്നാണ് ഇവർ പറയുന്നത്. അത് പലപ്പോഴും പെട്ടെന്ന് കേൾക്കുമ്പോൾ ജനം വിശ്വസിക്കാനും സാധ്യതയുണ്ട്. അന്ന് ജ്യോതി ബസുവിനെ പ്രധാനമന്ത്രിയാക്കാം എന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തൻ രക്ഷപ്പെട്ട് കാണാൻ സമ്മതിക്കത്തില്ല, നിങ്ങൾ തന്നെ ഭരിച്ചോളൂ എന്ന് പറഞ്ഞ കൂട്ടരാണ് CPIM. അപ്പോ ഞാനതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടേക്ക് പറയാം. ഞാനത് അങ്ങേക്ക് വാട്സപ്പിൽ അയച്ചു തരാം. ഒന്നാം UPA ഗവൺമെന്റ് വരുമ്പോൾ, അതായത് മൻമോഹൻ സിംഗിന്റെ ഒന്നാമത്തെ ഗവൺമെന്റ് വരുന്നതിന് തൊട്ട് മുമ്പ് കോൺഗ്രസ് പുറത്തിറക്കിയ പ്രകടന പത്രികയുണ്ട്. ഞങ്ങളുടെ പ്രകടന പത്രികയുടെ 52ാമത്തെ പേജിൽ 4ാമത്തെ പോയിന്റ് വായിച്ചു നോക്കണം. അത് എല്ലാവർക്കും പൊതു മിനിമം വേജ് ഉറപ്പാക്കും എന്നുള്ളതാണ്. അങ്ങനെ പൊതു മിനിമം വേജ് ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി തൊഴിലുറപ്പ് പദ്ധതി എന്ന പേരിൽ മിനിമം എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം എന്ന പേരിൽ ഒരു പദ്ധതി വിഭാവനം ചെയ്യുമെന്നും അത് മഹാത്മാഗാന്ധിയുടെ ആദർശപ്രകാരം റൂറൽ പ്ലേസുകളിൽ, ഗ്രാമീണ സ്ഥലങ്ങളിലുള്ള ആൾക്കാർക്കുള്ള തൊഴിൽ അല്ലെങ്കിൽ ജോലി ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള പദ്ധതി ആയിരിക്കുമെന്നും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ. നോക്കൂ, അന്ന് CPM ഞങ്ങളെ പിന്തുണയ്ക്കുന്നില്ല.